അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഈ കിടന്ന് തിളയ്ക്കുന്നത് എന്താണെന്നറിയോ? ഇതേ നല്ലെണ്ണ. എനിക്ക് നല്ലെണ്ണ ഒഴിച്ച് ദോശയാണ് കഴിക്കാൻ കൂടുതലിഷ്ടം. പിന്നെ അതിൻ്റെ കോംബോ ആയിട്ട് കടലക്കറി, അത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട കടലക്കറി എൻ്റെ ഫേവറേറ്റ് ആണ്. എന്ത് കറിയായാലും അതിൽ കുറച്ച് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ, മീൻസ് ഇങ്ങനത്തെ ചുമന്ന കറി, ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ നല്ല ചിക്കൻ ബിരിയാണി വെച്ച് ഇതൊക്കെ ഇട്ടിട്ട് പപ്പടം, മുട്ട, സാലഡ്, അച്ചാർ, പിന്നെ നമ്മുടെ ബിരിയാണിയും പീസൊക്കെ ഉണ്ട് കണ്ടില്ലേ, കുഞ്ഞു പീസ. നമ്മളിവിടെ വലുതാക്കിയൊന്നും മേടിക്കത്തില്ല, കാരണം അത് വെന്തില്ലെങ്കിലോ. പിന്നെ ഒരു 3-4 മണിയായപ്പോഴത്തേക്കും കൊല്ലത്തോട്ട് പോകണമായിരുന്നു. കുറച്ച് ഡ്രസ്സ് എടുക്കണം എനിക്ക്. ഇനിയിപ്പം ഉത്സവവും കാര്യങ്ങളൊക്കെ വരിക, അപ്പം ചുരിദാർ എടുക്കാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാക്സിലാണ് പോയത്. എന്തിട്ടിട്ടും അങ്ങോട്ട് ആവുന്നില്ലല്ലോ സജി, അതായിരുന്നു അവസ്ഥ. ഈ കുർത്തയൊക്കെ ഭയങ്കര സിമ്പിളായിപ്പോയി. പിന്നെ എൻ്റെ കണ്ണുടക്കി ഈ ഒരു മാക്സി പോലത്തെ ഡ്രസ്സിലാണ്. ഇതെനിക്ക് എടുക്കണം എന്നുണ്ട്, പക്ഷേ ഇതിട്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ വരാൻ പറ്റൂല, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. പിന്നെ നേരെ പോയത് സുഡിയോയിലോട്ടാണ്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു റാപ്പ് ഡ്രസ്സ്. പക്ഷേ ഇത് വലിയ സൈസായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും എൻ്റെ വീട്ടിലിടാൻ സമ്മതിക്കത്തില്ല, അവർ കളിയാക്കും. പിന്നെ ഒരു ചെരുപ്പും എടുത്തിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് കടപ്പാക്കടയിലുള്ള സുപ്രീം എക്സ്പീരിയൻസിലോട്ടാണ്. കുറച്ച് കഴിക്കാൻ സ്നാക്സ് മേടിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. ഞാൻ അങ്ങനെ ഒരു ഡാനിഷ് സ്വീറ്റ് നാൻ എടുത്തു. അവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി വാങ്ങിയത് ഈ ചിക്കൻ പാറ്റീസാണ്. എന്താ നമ്മുടെ പപ്സ് പോലത്തെ ലെയർഡായിട്ടുള്ള സംഭവത്തിനകത്ത് ചിക്കൻ സ്റ്റഫ് ചെയ്ത് വെച്ചൊരു സാധനം. പിന്നെ എൻ്റെ അമ്മ വാങ്ങിച്ചത് ബാദുഷയാണ്. എൻ്റെ പൊന്നെ, ഒരു വികാരവും ഇല്ലാത്തൊരു സ്വീറ്റ്. ഇത് സ്വീറ്റാണെന്ന് ചോദിച്ചാൽ അല്ല, വലിയ സ്വീറ്റൊന്നും ഇല്ല, ഒരു പ്രത്യേക രുചിയൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ദേ ഇരിക്കുന്നത് ചിപ്സ്. എനിക്ക് ചിപ്സ് കഴിക്കാം. ചിപ്സ് കഴിച്ചപ്പോൾ പിന്നെയും മധുരം തിന്നണം തോന്നിയെന്നാ. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സ് ഉണ്ട്, അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എരി തിന്നണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി ഈ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ചപ്പാത്തി എന്തൊക്കെയോ വെച്ച് റോൾ ചെയ്തൊരു ഐറ്റം. കുറച്ച് ക്യാരറ്റും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് സോർട്ട് ചെയ്തിട്ട്, പിന്നെ ഒരു എഗ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി അതിനകത്ത് സ്റ്റഫ് ചെയ്ത് ചീസും കൂടെയൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്ത് അത് പിന്നെ ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്ത് ഒരു സംഭവം. കിടിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കഴിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും മധുരം തിന്നണം. നോക്കിയപ്പോൾ ഗുലാബ് ജാമുൻ ഇരിക്കുന്നു. ഇത് 85 റുപ്പീസാണ്, സുപ്രീമിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റിയോടെ ഗുലാബ് ജാമുനൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഗുലാബ് ജാമുൻ പലപ്പോഴും തിന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏതെങ്കിലും ഐസ്ക്രീമിൻ്റെ കൂടെ ഡെസേർട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഇത് അല്ലാതെ വാങ്ങിക്കാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാം ആ സിറപ്പൊന്നും കൂടി ചേർക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര മധുരമായിരിക്കും എന്നറിയാം. പക്ഷേ ഇത് അമ്മാമ്മ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. കൊണ്ടുവന്ന് കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്നി, എൻ്റെ ആ ഒരു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എൻ്റെ ബ്രെയിൻ ഫ്രീസായ പോലെ തോന്നി. കാരണം ആ മധുരം ഇങ്ങനെ തലയ്ക്ക് പിടിച്ചൊരവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചിന്തയെന്ന് വെച്ചാൽ, അയ്യോ ഇതെങ്ങനെ തീർക്കും, ഞാനിത് മൊത്തം തീർക്കണമല്ലോ എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ നല്ല